സിൽവർ ലൈൻ പദ്ധതിക്ക് സർവേ കല്ലിടുന്നത് ഭൂമി ഏറ്റെടുക്കാനല്ലെന്ന സർക്കാർ നിലപാടിൽ ആശയക്കുഴപ്പം. കഴിഞ്ഞ വർഷം ജില്ലാ കളക്ടർമാർ പുറത്തിറങ്ങിയ വിജ്ഞാപനത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമാണ് സർവേ നടപടിയെന്ന് വ്യക്തമാക്കുന്നുണ്ട്. സർവേയുടെ ഭാഗമായി ഏതെങ്കിലും അടയാളം സ്ഥാപിച്ചാൽ മതിയെന്നിരിക്കെ ഇതിനു വിരുദ്ധമായാണ് ഭൂമിയിൽ കല്ല് സ്ഥാപിക്കുന്നതെന്നും റവന്യൂ ഉത്തരവിൽ നിന്ന് വ്യക്തം. ഇതേസമയം ഉത്തരവ് സാങ്കേതിക നടപടി മാത്രമാണെന്നാണ് സർക്കാർ വിശദീകരണം. പുതിയ വിവാദങ്ങൾ പ്രതിപക്ഷവും ആയുധമാക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് സിൽവർ ലൈൻ പദ്ധതി സർവേക്കായി റവന്യൂ വകുപ്പ് വിജ്ഞാപനമിറക്കിയത്. സിൽവർ ലൈനിനായി ഭൂമി ഏറ്റെടുക്കണം. ഇതിന്റെ ഭാഗമായി ഭൂമി പട്ടിക തിരിച്ച് സർവേ നടത്തണം. സർവേക്ക് തടസ്സമായി വരുന്ന മരങ്ങളോ കാടുകളോ വെട്ടിമാറ്റുന്നതിന് ഉദ്യോഗസ്ഥർക്ക് അനുമതി നൽകുന്നതാണ് ഈ വിജ്ഞാപനം. ഭൂമി ഏറ്റെടുക്കാനല്ല സാമൂഹികാഘാത സർവേക്കാണ് കല്ലിടുന്നതെന്നാണ് സർക്കാർ ആവർത്തിച്ച് പറയുന്നത്. എന്നാൽ ജില്ലാ കളക്ടർമാരുടെ വിജ്ഞാപനത്തിലെ പരാമർശങ്ങൾ ഇതിന് ഘടകവിരുദ്ധമാണ്. തികച്ചും സാങ്കേതികമായ നടപടിയെന്നാണ് റവന്യൂ മന്ത്രിയുടെ വിശദീകരണം. സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ പ്രത്യേക വിജ്ഞാപനം വേറെ ഇറക്കണം. സാമൂഹ്യാഘാത പഠനം, പബ്ലിക് ഹിയറിംഗ്സ്, എക്സ്പെർട്ട് കമ്മിറ്റി ഈ മൂന്നും കഴിഞ്ഞതിന് ശേഷം മാത്രമേ 11-1 നോട്ടിഫിക്കേഷൻ പുറത്തിറക്കാൻ കഴിയൂ. 11-1 നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുമ്പോഴാണ് ഭൂമി ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിജ്ഞാപനമാവുക. അത് കഴിഞ്ഞാൽ പിന്നീട് ബേസിക് വാല്യൂ അസസ്മെന്റ് നടത്തും, ബേസിക് വാല്യൂസ് റിപ്പോർട്ട് ഉണ്ടാക്കും. അതിനുശേഷം 91 നോട്ടിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമേ എത്ര തുകയാണോ അവാർഡ് നൽകേണ്ടത് എന്ന് നിശ്ചയിക്കുക. ആ അവാർഡ് തുക കൈമാറിയതിനു ശേഷമായിരിക്കും ഭൂമി ഏറ്റെടുക്കുന്നത്. സർവേയുടെ ഭാഗമായി ഏതെങ്കിലും അടയാളം സ്ഥാപിക്കാനാണ് റവന്യൂ വകുപ്പ് വിജ്ഞാപനത്തിൽ പറയുന്നത്. കല്ല് സ്ഥാപിക്കണമെന്ന് നിർബന്ധമില്ല. റവന്യൂ വിജ്ഞാപനത്തിന് വിരുദ്ധമാണ് കേരളയിലെന്ന് രേഖപ്പെടുത്തിയ കല്ലുകൾ സ്വകാര്യ ഭൂമിയിൽ സ്ഥാപിക്കുന്നതെന്ന് വ്യക്തം. അത് ആ നോട്ടിഫിക്കേഷൻ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാമൂഹ്യാഘാത പഠനം നടത്തുന്നതെന്ന്. ആദ്യത്തെ വിജ്ഞാപനത്തിന്റെ ആദ്യത്തെ വാചകം തന്നെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ സർക്കാർ എന്തിനാണ് ഇത് ജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത്? പദ്ധതിയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലുണ്ടാകുന്ന ആശയക്കുഴപ്പം ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്നതാണ് പുതിയ വിവാദം. റവന്യൂ വിജ്ഞാപനത്തിലെ പൊരുത്തക്കേടുകൾ കൂടി സമരത്തെ നേരിടുന്നതിനായി സർക്കാരിന് വിശദീകരിക്കേണ്ടി വരും. ന്യൂസ് 18 തിരുവനന്തപുരം. സിൽവർ ലൈനിൽ സർക്കാരിന് ആശയക്കുഴപ്പമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പലതരത്തിലുള്ള പ്രസ്താവന വന്നു. പദ്ധതിയെക്കുറിച്ച് സർക്കാർ ഗൗരവമായ ഒരാലോചനയും നടത്താതെയാണ് മുന്നോട്ട് പോകുന്നതെന്നും ലാഘവ ബുദ്ധി വെടിയണമെന്നും വി മുരളീധരൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു. സംസ്ഥാന സർക്കാരിലെ ഒരു മന്ത്രി പറഞ്ഞത് ബഫർ സോൺ ഇല്ല. അത് കഴിഞ്ഞപ്പോൾ പാർട്ടി പറഞ്ഞു ബഫർ സോൺ ഉണ്ട്. അപ്പോൾ മന്ത്രി പറഞ്ഞു പാർട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഫർ സോൺ ഉണ്ട്. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി പറയുന്നു സാമൂഹ്യാഘാത പഠനത്തിൽ അത് നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാലും ഞങ്ങൾ ഈ പദ്ധതിയുമായിട്ട് ഇതേ രീതിയിൽ മുന്നോട്ട് പോകും. ഇതിൻ്റെ അർത്ഥം ഈ പദ്ധതിയെക്കുറിച്ച് സർക്കാർ ഗൗരവമായിട്ടുള്ള ഒരാലോചനയും നടത്താതെയാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചതും മുന്നോട്ട് പോകുന്നതും എന്നാണ്. സിൽവർ ലൈൻ വിഷയത്തിൽ ഇടപെടുന്നില്ലെന്ന് CPM കേന്ദ്ര നേതൃത്വം. സംസ്ഥാന സർക്കാർ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. സംസ്ഥാനം മാർഗനിർദ്ദേശം ആവശ്യപ്പെട്ടാൽ മാത്രം ഇടപെടുമെന്നും ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. So therefore now the point is that we are very satisfied that the Kerala government, LDF government and the state committee is dealing with the situation and is handling the situation. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ച് കെ മുരളീധരൻ. മുഖ്യമന്ത്രിക്ക് മാനസിക തകരാറുണ്ടോ എന്ന് സംശയിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ പെരുമാറ്റം കാണുമ്പോൾ അങ്ങനെ തോന്നും. കേരളയിൽ ഒരു കാരണവശാലും നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഇപ്പൊ സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു പത്രസമ്മേളനം കണ്ടാൽ, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ എന്തോ മാനസിക തകരാറ് വന്ന ഒരു രൂപമായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയും. കേന്ദ്രം ശ്വാസം മുട്ടിക്കുന്നു, മൂക്കും വായൊക്കെ പൊത്തിപ്പിടിച്ചിട്ട്. അപ്പോഴാണ് തലയ്ക്ക് കല്ലോണ്ടടി കേരളത്തിൻ്റെ ഭാഗം. എൻ്റെ ഒന്നും കൂടി ഇരിക്കട്ടെ. സിൽവർ ലൈന് കേന്ദ്രം അനുമതി നൽകിയാലും പദ്ധതി നടപ്പാക്കാനാവില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സിൽവർ ലൈനിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. ദുരഭിമാനം വെടിഞ്ഞ് സർവേ നിർത്തിവെക്കണം. കോലീബി എന്ന കോടിയേരിയുടെ ആരോപണം പൊളിഞ്ഞതാണെന്നും നിരന്തരം ആവർത്തിക്കുകയാണെന്നും സുരേന്ദ്രൻ കൊച്ചിയിൽ പറഞ്ഞു. നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിടിവാശി അവസാനിപ്പിച്ച് ദുരഭിമാനം വെടിഞ്ഞ് കേരളയിൽ മുന്നോട്ട് പോകുന്ന സർവേ നടപടികളെല്ലാം നിർത്തിവെക്കണം. സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ നടക്കില്ല. അത് നടപ്പാക്കാനാവില്ല. ഇനിയിപ്പോൾ അനുമതി കിട്ടിയാലും ഇത് നടപ്പാക്കാനാവില്ല. ഇത് അപ്രായോഗികമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇത് സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പ്രശ്നങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ.
ക്രമസമാധാനം ഉറപ്പാക്കാൻ ഇടപെടുമെന്നും ഗവർണർ ഡൽഹിയിൽ പറഞ്ഞു. It is necessary to encourage the administration to be more watchful and more vigilant and enforce the law and order, because if law and order collapses, the people lose their faith. So things have happened, but corrective action has also been taken. സിൽവർ ലൈനെതിരെ കേരളം കടുത്ത സമരവഴിയിലാണ്. സർവേ കല്ലിടുന്നതിനെ എന്ത് വില കൊടുത്തും എതിർക്കുമെന്ന തീരുമാനത്തിലാണ് പാത കടന്നു പോകുന്ന പ്രദേശത്തുള്ളവർ. ആ വഴിയിലൂടെ ന്യൂസ് 18 റിപ്പോർട്ടർമാർ സഞ്ചരിച്ചു. ജനങ്ങളുടെ പരാതികളും ആശങ്കകളും കേട്ടു. പലരും ജീവന്റെ വില നൽകുന്ന സ്വന്തം മണ്ണ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നാണ് ഉറക്കെ പറയുന്നത്. ആ വഴികളിൽ ന്യൂസ് 18 വാർത്താ സംഘം കണ്ടതിലേക്കും കേട്ടതിലേക്കും. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിന്നാണ് ഈ സിൽവർ ലൈൻ ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഞാൻ നിൽക്കുന്ന ഈ കരിക്കകത്തിന് തൊട്ട് സമീപത്തുള്ള പ്രദേശമായ കൊച്ചുവളിയിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ കെ റെയിൽ പ്രസിദ്ധീകരിച്ച അലൈൻമെന്റിൽ ഈ കരിക്കവും ഭാഗവും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾ കൊടുക്കൂല. നിങ്ങൾ ഇവരൊക്കെ എന്ത് പ്രവൃത്തി ചെയ്തിരുന്നാലും ഞങ്ങൾ കൊടുക്കൂല. ഞങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ സാധ്യത അല്ല. അതാണ് ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നത്. കേരളമാണ് ഞങ്ങൾക്ക് വേണ്ടത്. പോരാട്ടവീര്യത്തിന് യാതൊരു കുറവുമില്ല. കുറ്റിപിഴുത് കുളത്തിലെറിഞ്ഞ് സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ചോറ്റാനിക്കരയിലുള്ളത്. ശക്തമായ സമര പോരാട്ടം നടക്കുന്ന എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട സമര കേന്ദ്രമാണ് ചോറ്റാനിക്കര. 10 പേരെ കൂടി കാണുമ്പോഴത്തേക്കും ബലോറയുടെ പോലീസ് ജീപ്പിലിട്ടല്ലേ കല്ലും കൊണ്ട് ഓടിക്കൊണ്ട് നടക്കണേ. എന്തിനാ ഈ സാറ്റുകളി? അതിന്റെ ആവശ്യമില്ല. ജനങ്ങളുടെ മുന്നിലേക്ക് അവർ നേരെ വരട്ടെ. പാവപ്പെട്ടവർ സമാധാനമായിട്ട് ജീവിക്കട്ടെ. കോവിഡിൽ നിന്ന് മുക്തി നേടി ഒരു നേരം ആഹാരത്തിന് തേടിക്കൊണ്ടിരിക്കുക. നാളെ മറ്റന്നാളും കൊണ്ടൊന്ന് സമരം വച്ചേക്കുക. കൂലിപ്പണി എടുക്കണവൻ ആരെങ്കിലും ശമ്പളം കൊടുക്കുവോ? പാവപ്പെട്ടവന്റെ സങ്കടം ആരെങ്കിലും അറിയുന്നുണ്ടോ? നിർദ്ദിഷ്ട കെ റെയിൽ പാതയുടെ ദിശ ഈ തിരുനാവായ മേഖല വരെ റെയിൽപാതയ്ക്ക് സമാന്തരമാണെങ്കിൽ ഇവിടെ നിന്നും അത് വലത് ചേർന്ന് തിരിഞ്ഞു പോവുകയാണ്, പുതിയൊരു മേഖലയിലേക്ക് പോവുകയാണ്. ഏറെ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഇവിടെയുണ്ട്. ഇവിടെ ഞങ്ങൾ മരിച്ചല്ലാതെ ഈ റെയിലിൽ കൂടെ പോവില്ല. ആ കല്ലിൻ്റെ അടുത്ത് ഒന്നുകിൽ എൻ്റെ ചോര എല്ലാം ഈ ഇടാൻ വരുന്നവരെ ചോര ആ കല്ലിൻ്റെ അടുത്ത് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നതാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവും. മാടായിപ്പാറയിൽ ആളുകൾ ഇതിനെതിരെ ശക്തമായി തന്നെ രംഗത്ത് വരുന്നു. അത് വീട് പോകുന്നു എന്നത് മാത്രമല്ല അവരെ അലട്ടുന്ന ഒരു വിഷയം. അവരുടെ കാലങ്ങളായി അവർ ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന ജൈവ വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ ഒരു പ്രദേശം തകർന്നു പോകും എന്നതാണ് അവരുടെ ഒരു പ്രധാന ആശങ്ക. പിച്ചുവെച്ച് നടന്നൊരു മാടായിപ്പാറ പെട്ടെന്ന് ഇവരൊരു കേരയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കുഴിയെടുക്കല്, ഒരു തുരങ്ങാക്കല്, ഇതെല്ലാം വെറുതെ നടക്കാൻ പോകുന്ന കേസ് കേട്ടല്ല. ഇതൊരു തരം ഗുണ്ടാരാജാണ്. ഞങ്ങളോട് ഈ പ്രതിഷേധ രംഗത്തേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങളോട് ഇവർ പറയുന്ന PDPP ആക്ട് പ്രകാരം നിങ്ങൾക്കെതിരെ കേസ് കൊടുത്ത് നിങ്ങളെ ജയിലിലടക്കുമെന്ന് പറയുന്നു. ഇവർക്ക് എന്ത് അധികാരം? ഞങ്ങൾ ജനിച്ചു വളർന്ന മണ്ണ്, ഞങ്ങളുടെ മണ്ണ്. ഇത് കേവലം 2-3 പേരുടെ ഒരു വീടുകൾ നഷ്ടപ്പെടുന്ന ഒരു വിഷയമല്ല. ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ പൗരാണികമായ ഒരു സംവിധാനം. കോഴിക്കോട് കുണ്ടുങ്ങൽ പ്രദേശം, കല്ലായി പ്രദേശത്തൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായി കല്ലിടാനെത്തിയ ആളുകളെ ജനക്കൂട്ടം തടഞ്ഞ് തിരിച്ചയക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. വലിയ പ്രതിഷേധമുയർന്ന സ്ഥലമാണ് ഈ കുണ്ടുങ്ങൽ പ്രദേശം. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. നിരന്തരം ഒരു അടുത്തടുത്തായി വീടുകൾ ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. വികസനം അത്യാവശ്യമാണ്. ഞാൻ ഒരിക്കലും ഒരു വികസന വിരോധിയല്ല. കാരണം നമുക്കറിയാം ഭാവിയിലേക്ക് എന്തൊക്കെ വേണമെന്നുള്ളത്. KSRTC പോലും ലാഭത്തിലാക്കാൻ പറ്റാത്ത സർക്കാർ ഇതെങ്ങനെ കൊണ്ടുപോകും? സർക്കാരിന് ഒരിക്കലും പറയാൻ കഴിയും, നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയും, ഇത് വന്നാൽ സാമൂഹിക ആഘാതം പോലെ നമ്മുടെ പരിസ്ഥിതിയിലെ പ്രദേശങ്ങളിൽ പരിസ്ഥിതിക്ക് ഒരു കുഴപ്പം വരില്ല എന്ന് പറയോ? ഇത് പറയുന്നത് പശ്ചിമഘട്ടം അതിനൊരു ബാധ്യതയുമില്ല എന്നാ പറയുന്നത്. പക്ഷേ ഈ കേരളയിൽ നിർമ്മിക്കാനുള്ള മണ്ണ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന പശ്ചിമഘട്ടത്തിന്റെ വെസ്റ്റേൺ ഗട്ട്സ്. ഈ വെസ്റ്റേൺ ഗട്ട്സ് ഇല്ലാണ്ടായ കേരളം എവിടെ? സംസ്ഥാനത്ത് ഈ സിൽവർ ലൈൻ കടന്നുപോകുന്ന പ്രദേശങ്ങളിലൊക്കെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. അവർക്ക് നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കേണ്ട ബാധ്യത നമ്മുടെ ഭരണകൂടത്തിനുണ്ട് താനും. ഇടുക്കി മൂലമറ്റത്ത് മദ്യലഹരിയിൽ വഴിയാത്രക്കാർക്ക് നേരെ വെടിവെപ്പും കൊലപാതകവും. മൂലമറ്റം സ്വദേശി ഫിലിപ്പ് മാർട്ടിന്റെ അതിക്രമത്തിൽ ബസ് ജീവനക്കാരായ സനൽ ബാബുവിനാണ് കൊല്ലപ്പെട്ടത്. വെടിയേറ്റ മറ്റൊരാളുടെ നില ഗുരുതരമാണ്. പ്രതി ഫിലിപ്പിനെ പോലീസ് പിടികൂടി. തട്ടുകടയിലെ തർക്കത്തെ തുടർന്ന് കാറിൽ തൂക്കുമായി എത്തിയ പ്രതി നാട്ടുകാർക്കു നേരെ വെടിവെക്കുന്നതിനിടയിലാണ് സ്കൂട്ടറിൽ വരികയായിരുന്ന സനലിനും സുഹൃത്തിനും വെടിയേറ്റത്. ഇന്നലെ രാത്രി 9:45 മൂലമറ്റം ഹൈസ്കൂളിന് മുന്നിൽ വെച്ച് പ്രതി ഫിലിപ്പ് മാർട്ടിൻ തുരുതുര വെടിയുതിർത്തത്. മദ്യലഹരിയിൽ കാർ ഓടിച്ചു വന്ന പ്രതി ചുറ്റുമുള്ളവർക്കു നേരെ വെടിയുതിർക്കുകയായിരുന്നു. വെടിവെപ്പിനിടെ സ്കൂട്ടറിൽ ഇതുവഴിയെത്തിയ സനലിനെ പ്രതി ഇടിച്ചിട്ടു.
കഴുത്തിന് വെടിയേറ്റാണ് സനലിന്റെ മരണമെന്ന് പോലീസ് പറയുന്നു. സനലിന്റെ സുഹൃത്ത് പ്രദീപ് വെടിയേറ്റ് ഗുരുതര നിലയിലാണ്. മറ്റു രണ്ടുപേരും സാരമായ പരിക്കുകളോടെ ആശുപത്രിയിലാണ്. പലരും വെടിവെപ്പിനിടെ മരത്തിനു പിന്നിൽ ഒളിച്ചും ഒഴിഞ്ഞുമാറിയുമാണ് ജീവൻ രക്ഷപ്പെടുത്തിയത്. പിന്നെ ആൾക്കാരെന്നെ പുറകിന് ഓടി കിട്ടിയില്ല. ഞങ്ങൾ വണ്ടി കേട്ടതിന് പുറകിന് പോയി. അവിടെ പോലീസുകാരുണ്ടായിരുന്നു. പോലീസുകാർ പറഞ്ഞു സാറേ വെടി വെച്ചിട്ട് പോയ വണ്ടിയാണെന്ന് പറയുകയും ചെയ്തു. അതാണ് നമ്മൾ കണ്ടത്. രാത്രി പ്രതി ഫിലിപ്പും മറ്റൊരാളും മൂലമറ്റത്തെ തട്ടുകടയിലെത്തിയിരുന്നു. ഭക്ഷണം തീർന്നതിന്റെ പേരിൽ ഇവർ ബഹളം വച്ചു. പിന്നീട് നാട്ടുകാർ ഇടപെട്ട് വാഹനത്തിൽ കയറ്റി അയച്ചു. എന്നാൽ വൈകാതെ തോക്കുമായി തിരികെ എത്തിയ ഫിലിപ്പ് കണ്ണിൽ കണ്ടവർക്ക് നേരെയെല്ലാം വെടിയുതിർക്കുകയായിരുന്നു. അവന്മാര് വണ്ടി കൊണ്ടുവന്നിട്ട് ഈ തോക്ക് കാണിച്ച് ഭയങ്കര പ്രകടനമായിരുന്നു. ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു, തെറി വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വണ്ടിയൊക്കെ കുറേ വട്ടം അവിടെ ഇട്ട് ഇങ്ങനെ വണ്ടിയിട്ട് കറക്കി. കാറിൽ കടക്കാൻ ശ്രമിച്ച പ്രതി മുട്ടത്ത് പോലീസിന്റെ പിടിയിലായി. 2014 മൂലമറ്റം എടാട്ടുള്ള ഒരു കൊല്ലൻ നിർമ്മിച്ചാണ് തോക്കെന്ന് പോലീസ് കണ്ടെത്തി. ഒരേ സമയം 2 തിരകൾ നിറയ്ക്കാൻ കഴിയുന്ന തോക്കാണിത്. വിദേശത്തായിരുന്ന മാവേലി പുത്തൻപുരയ്ക്കൽ ഫിലിപ്പ് മാർട്ടിൻ ഈയിടെയാണ് നാട്ടിലെത്തിയത്. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തെത്തി. ന്യൂസ് 18 ഇടുക്കി. വാർത്താ സമ്മേളനത്തിനിടെ നടൻ നടത്തിയ മീറ്റു പരാമർശം തെറ്റായിപ്പോയെന്ന് നടി നവ്യ നായർ. വേദിയിൽ ഒപ്പമുണ്ടായ തനിക്ക് പ്രതികരിക്കാനായില്ലെന്നും ബുദ്ധിമുട്ട് തോന്നിയിരുന്നുവെന്നും നവ്യ പറഞ്ഞു. അന്നുണ്ടായ മുഴുവൻ സംഭവത്തിൽ താൻ ക്ഷമ ചോദിക്കുന്നു. അവിടെ ഒരു പുരുഷൻ പറഞ്ഞതിന് സ്ത്രീയാണ് ക്രൂശിക്കുന്നതെന്നും നവ്യ നായർ കൊച്ചിയിൽ പറഞ്ഞു. അത് തികച്ചും തെറ്റായിപ്പോയി പറഞ്ഞത്. അതിനുള്ള മറുപടി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ക്ഷമാപണം നടത്തി തന്നെ, ഖേദം പ്രകടിപ്പിക്കുകയല്ല, ക്ഷമാപണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. അത് തന്നെയാണ് നമ്മളവിടെ ഒത്തുകൂടിയത് ഒരുത്തിയുടെ പ്രമോഷന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അത് സംസാരങ്ങളൊരു നിർഭാഗ്യവശാൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ആ ഒരു നിലയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പം ഞാനും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തൊരു കാര്യമല്ല അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് അന്നുണ്ടായ മുഴുവൻ സംഭവത്തിന് ഞാൻ ക്ഷമ ചോദിച്ചാൽ പ്രശ്നം കഴിയുമെങ്കിൽ ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ നടൻ ദിലീപിനെ നാളെ ചോദ്യം ചെയ്തേക്കും. ദിലീപിനോട് നാളെ ഹാജരാകാനാണ് ക്രൈംബ്രാഞ്ച് നിർദ്ദേശം. അതേസമയം ദിലീപിന്റെ ഫോണിൽ നിന്ന് സൈബർ വിദഗ്ധൻ സായി ശങ്കർ നീക്കം ചെയ്ത രേഖകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചെന്നാണ് സൂചന. 4 ദിവസമായി തുടരുന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. ചാർജ് വർധന സംബന്ധിച്ച 30-ന് തീരുമാനമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിനെ തുടർന്നാണ് സമരം പിൻവലിക്കുന്നതെന്ന് ബസ് ഉടമകൾ പറഞ്ഞു. നാളെ മുതൽ ആരംഭിക്കുന്ന ദേശീയ പണിമുടക്കിൽ സ്വകാര്യ ബസ്സുകളും പങ്കെടുക്കുമെന്നും ഉടമകൾ അറിയിച്ചു. ബസ് ചാർജ് കൂട്ടുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയെങ്കിലും തീരുമാനം നീണ്ടുപോയ പശ്ചാത്തലത്തിലാണ് സമരം തുടങ്ങിയത്. 4ാം ദിവസമായ ഇന്ന് സമരക്കാർ ആദ്യം ഗതാഗത മന്ത്രിയുമായും പിന്നീട് മുഖ്യമന്ത്രിയുമായും ചർച്ച നടത്തി. ബസ്സുടമ സംഘടനാ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും എന്നെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് കണ്ടിരുന്നു. അവരുടെ ആവശ്യങ്ങൾ അവരൊന്നുകൂടി അവതരിപ്പിച്ചു. അതിനുശേഷം അവർ സമരം പിൻവലിക്കുകയാണെന്ന് അറിയിക്കുകയാണ് ഉണ്ടായത്. ഇടതുമുന്നണി യോഗത്തിന് ശേഷം ചാർജ് വർധനയിൽ തീരുമാനമുണ്ടാകുമെന്നും അതുവരെ കാത്തിരിക്കണമെന്നും സമരക്കാരോട് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. എല്ലാം അനുഭാവപൂർവ്വം പരിഗണിക്കാവുന്ന ബഹുമാനായ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ സമരം പിൻവലിച്ചതായി നിങ്ങളെ വിനയപൂർവ്വം അറിയിക്കുകയാണ്. മിനിമം ചാർജ് 12 രൂപയാക്കണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. വാഹന നികുതിയിലടക്കം ഇളവുകളും ഇവർ ആവശ്യപ്പെടുന്നു. ചാർജ് വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനമായെങ്കിലും മുന്നണിയിൽ രാഷ്ട്രീയ തീരുമാനമെടുക്കാനാണ് കാത്തിരിക്കുന്നത്. 30-ന് ചേരുന്ന മുന്നണി യോഗത്തിന്റെ മുഖ്യ അജണ്ടയായി വിഷയം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബസ് ചാർജിനൊപ്പം ഓട്ടോ ടാക്സി നിരക്കുകൾ വർദ്ധിപ്പിക്കാനും തീരുമാനമായി. ന്യൂസ് 18 തിരുവനന്തപുരം. സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത 2 ദിവസത്തെ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. ചൊവ്വാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ് പണിമുടക്ക്. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന തൊഴിൽ നയത്തിനെതിരെയാണ് ദേശീയ തലത്തിൽ പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വിവിധ തൊഴിലാളി സംഘടനകളും സ്വതന്ത്ര ദേശീയ തൊഴിലാളി ഫെഡറേഷനുകളുടെ സംയുക്ത വേദിയും സംഘടിപ്പിച്ച ദേശീയ കൺവെൻഷനാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിലെ സർക്കാർ നിക്ഷേപം വർദ്ധിപ്പിക്കുക, തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള വിഹിതം ഉയർത്തുക, കാർഷിക നിയമങ്ങൾ പിൻവലിച്ച ശേഷം സംയുക്ത കിസാൻ മോർച്ച സമർപ്പിച്ച അവകാശ പത്രിക അംഗീകരിക്കുക, തൊഴിൽ കോഡ് റദ്ദാക്കുക, അവശ്യ പ്രതിരോധ സേവന നിയമം പിൻവലിക്കുക, സ്വകാര്യവൽക്കരണവും സർക്കാർ ആസ്തി വിറ്റഴിക്കൽ പദ്ധതിയും നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. വ്യവസായ മേഖല, വൈദ്യുതി, കൽക്കരി, ബാങ്ക്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ട്, തുറമുഖങ്ങൾ, നിർമ്മാണം, അസംഘടിത മേഖല തുടങ്ങിയ രംഗങ്ങളിലെയെല്ലാം തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമാകും. റെയിൽവേ ജീവനക്കാർ പണിമുടക്കുന്നുണ്ടെങ്കിലും ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടേക്കില്ല.
സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറക്കരുതെന്ന് സംഘടനകൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആശുപത്രി, ആംബുലൻസ് സർവീസ്, പത്രം, പാൽ, എയർപോർട്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ തുടങ്ങി അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. രാജ്യത്ത് കുതിച്ചുയർന്ന ഇന്ധനവില. പെട്രോൾ ലിറ്ററിന് 55 പൈസയും ഡീസലിന് 58 പൈസയുമാണ് ഇന്ന് കൂടിയത്. കഴിഞ്ഞ 6 ദിവസത്തിനിടെ 5ാം തവണയും തുടർച്ചയായി 3ാം ദിവസവുമാണ് രാജ്യത്ത് ഇന്ധനവില കൂട്ടുന്നത്. 6 ദിവസം കൊണ്ട് പെട്രോളിന് 4 രൂപ 3 പൈസയും ഡീസലിന് 3 രൂപ 88 പൈസയുമാണ് കൂട്ടിയത്. കൊച്ചിയിൽ പെട്രോളിന് 108 രൂപ 20 പൈസയും ഡീസലിന് 95 രൂപ 3 പൈസയുമായി. ചെറിയ ഇടവേളയിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിൽ മാലിന്യം ശേഖരിക്കുന്ന ദിവസവേതന തൊഴിലാളികളെ അകാരണമായി പിരിച്ചുവിട്ടതായി പരാതി. കുറഞ്ഞ ശമ്പളം നൽകി കബളിപ്പിച്ചു എന്ന പരാതി മേയർക്ക് നൽകിയതിന്റെ പ്രതികാരമായാണ് പിരിച്ചുവിടലെന്നാണ് ആരോപണം. എന്നാൽ മാലിന്യം ശേഖരിക്കാൻ പൂർണ്ണമായും കുടുംബശ്രീയെ ഏൽപ്പിക്കാനാണ് തീരുമാനമെന്നാണ് മേയറുടെ വിശദീകരണം. പേട്ട കോർപ്പറേഷൻ വാർഡ് പരിധിയിലെ വീടുകളിലെത്തി മാലിന്യം ശേഖരിക്കുന്നവരാണിവർ. രാവിലെ 4-ന് തുടങ്ങുന്ന ജോലി 10 മണിക്കാണ് അവസാനിക്കുന്നത്. ഈ ജോലിക്കായി ഇവരെ കരാറുകാരൻ നിയമിച്ചത് 10,000 രൂപ ശമ്പളം ഉറപ്പ് നൽകിയാണ്. എന്നാൽ കഴിഞ്ഞ മാസം വരെ ഇവർക്ക് ലഭിച്ചത് 3,000 രൂപയിൽ താഴെ മാത്രം. ഏജന്റിന് വിന്നിന്റെ പൈസ കൊടുക്കണം, പ്ലാസ്റ്റിക്കിന്റെ പൈസ കൊടുക്കണം, അയാളുടെ ശമ്പളം കൊടുക്കണം, അയാളുടെ കൂടെ വരുന്നവരുടെ ശമ്പളം കൊടുക്കണം, ലോറിക്കാരന് കാശ് കൊടുക്കണം. ഇതെല്ലാം ഞങ്ങൾ വെളുപ്പാൻ രാവിലെ 4 മണിക്ക് എഴിച്ച് തീട്ടം വാരി ഞങ്ങൾ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ എടുത്തുകൊണ്ട് പോകുന്ന ഇവർക്ക് 5 പേർക്ക് പൈസ കൊടുക്കണം. ഞങ്ങൾക്ക് പൈസ ഇല്ല. നമ്മൾ ജോലി ചെയ്യാൻ നമുക്ക് പൈസ കിട്ടണം, വീട്ടിൽ വാടക കൊടുക്കണം, ചെലവുണ്ട്, കാര്യമുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് വേറെ ഒരു നിവൃത്തിയില്ല. ഒടുവിൽ ഗതികെട്ട് മേയറെ കണ്ട് ഇവർ പരാതി നൽകി. ഇതോടെ ഉള്ള ജോലിയും പോയി. കരാർ റദ്ദാക്കിയെന്നും ഈ മാസം മാത്രമേ ജോലി ഉണ്ടാകൂ എന്നും കോർപ്പറേഷനിൽ നിന്ന് അറിയിച്ചു. 31-ാം തീയതി വരെ നിങ്ങൾ ജോലി ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. ഞങ്ങൾ ചെയ്യുന്നത് ഹരിതവർമ്മ കോർപ്പറേഷന്റെ ഹരിതവർമ്മയുടെ ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ വേറെ ഒരു ജോലി ഞങ്ങൾ ചെയ്യുന്നില്ല. ഞങ്ങൾ വേറെ ഒരു അഡ്രസ്സിലും ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ശമ്പളമില്ല. ഇത് ഞങ്ങൾ ആരോട് പറയും? ഇനി ഞങ്ങൾ ആരോട് പോയി പറയണം? 23,000 രൂപ പിരിച്ച് കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് തന്നത് 6,740 രൂപ ഞങ്ങൾക്ക് ശമ്പളം തന്നെ 2 പേർക്കൂടെ. ഞങ്ങൾ എങ്ങനെ ഒരു വീട് ഞങ്ങളുടെ കുടുംബം കഴിയും? ഞങ്ങൾ ഭൂരിഭാഗം വരുന്ന പ്രായം ചെന്ന സ്ത്രീകളായ തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് മാറി. മാലിന്യ ശേഖരണം കുടുംബശ്രീയെ ഏൽപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കരാർ റദ്ദാക്കിയതെന്നാണ് മേയറുടെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എ സഹദേവൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് കോട്ടയത്തെ SH ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഒറ്റപ്പാലം സ്വദേശിയാണ്. മാതൃഭൂമി ദിനപത്രത്തിലൂടെയാണ് മാധ്യമരംഗത്തെത്തിയത്. ദീർഘകാലം മാതൃഭൂമി വാരാന്ത്യ പതിപ്പിന്റെ എഡിറ്ററായിരുന്നു. ഇന്ത്യ വിഷൻ ചാനലിൽ അസോസിയേറ്റ് എഡിറ്ററായി പ്രവർത്തിച്ചു. ലോക സിനിമകളെക്കുറിച്ച് അവതരിപ്പിച്ചിരുന്ന 24 ഫ്രെയിംസ് എന്ന പരിപാടി ഏറെ ശ്രദ്ധേയമായിരുന്നു. വിവിധ ജേർണലിസം സ്കൂളുകളിൽ അധ്യാപകനായിരുന്നു. മുഖ്യമന്ത്രിയും സ്പീക്കറും ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. ഈ വർഷത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ തയ്യാറെടുപ്പുകൾ പൂർത്തിയായെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മെയ് 3 മുതൽ പ്രാക്ടിക്കൽ പരീക്ഷകൾ തുടങ്ങും. 1ാം ക്ലാസ്സിൽ ചേരാനുള്ള പ്രായം ഈ വർഷം 5 വയസ്സായി തുടരും. അടുത്ത വർഷം മാറ്റം വേണമോ എന്ന് ആലോചിച്ച് തീരുമാനിക്കും. അടുത്ത അധ്യയന വർഷം ജൂൺ 1 തന്നെ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. SLC ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നീ പരീക്ഷകളുടെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. SSLC പരീക്ഷ മാർച്ച് 31 മുതൽ ഏപ്രിൽ മാസം 29 തീയതി വരെയാണ്. IT പ്രാക്ടിക്കൽ പരീക്ഷ മെയ് മാസം 3 മുതൽ 10 തീയതി വരെയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹിജാബ് നിരോധനം ശരിവെച്ച കർണാടക ഹൈക്കോടതി വിധിക്കെതിരെ സമസ്ത സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരാണ് ഹർജി ഫയൽ ചെയ്തത്. ഹിജാബ് നിരോധനം ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനമാണെന്നും ഖുർആൻ വ്യാഖ്യാനിക്കുന്നതിൽ ഹൈക്കോടതിക്ക് തെറ്റുപറ്റിയെന്നും ഹർജിയിൽ പറയുന്നു. കഴിഞ്ഞ 16-ാം തീയതിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ശിരോവസ്ത്രത്തിന് ഏർപ്പെടുത്തിയ നിരോധനം കർണാടക ഹൈക്കോടതി ശരിവെച്ചത്. വയനാട് ഹർഷം പദ്ധതി വീടുകളിലെ താക്കോൽ കൈമാറി. മേപ്പാടി പുത്തുമലയിൽ 2019 ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നൽകി. സർക്കാരുമായി ചേർന്ന് മലബാർ ഗ്രൂപ്പ് പണിത 12 വീടുകളാണ് കൈമാറിയത്. താക്കോൽ ദാനം പൊതുമരാമത്ത് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു.
റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കശാപ്പുകാരനെന്ന് വിശേഷിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. പുടിൻ അധികാരത്തിൽ തുടരാൻ പാടില്ലെന്ന ബൈഡന്റെ പരാമർശത്തിനെതിരെ റഷ്യ രംഗത്ത് വന്നു. റഷ്യ ആര് ഭരിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്നായിരുന്നു ക്രെംലിന്റെ പ്രതികരണം. അതേസമയം പടിഞ്ഞാറൻ പ്രവിശ്യ ലിവ്യൂ ലക്ഷ്യമാക്കി റഷ്യ മിസൈൽ ആക്രമണം തുടരുകയാണ്. You're dealing every day with Vladimir Putin. I mean, look at what he's done to these people. What does it make you think? He's a butcher. പോളണ്ടിലെ വാഴ്സോയിൽ യുക്രൈൻ അഭയാർത്ഥി ക്യാമ്പിൽ സന്ദർശനം നടത്തുമ്പോഴായിരുന്നു പുടിൻ കശാപ്പുകാരനാണെന്ന പരാമർശം ജോ ബൈഡൻ നടത്തിയത്. ഇതിന് തൊട്ടു പിന്നാലെ നടത്തിയ പ്രസംഗത്തിൽ പുടിൻ അധികാരത്തിൽ തുടരുതെന്നും ബൈഡൻ. Decency and dignity of freedom and possibilities. For God's sake, this man cannot remain in power. എന്നാൽ ആര് ഭരിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്നും ബൈഡൻ പറയേണ്ടെന്നുമായിരുന്നു റഷ്യയുടെ പ്രതികരണം. പിന്നീട് ബൈഡന്റെ പരാമർശത്തിൽ വിശദീകരണവുമായി വൈറ്റ് ഹൌസ് രംഗത്ത് വന്നു. റഷ്യയിലെ അധികാരമാറ്റമല്ല ബൈഡൻ ഉദ്ദേശിച്ചത്. അയൽരാജ്യങ്ങളിൽ പുടിൻ അധികാരപ്രയോഗം നടത്തുന്നതിനെയാണ് ബൈഡൻ ചൂണ്ടിക്കാട്ടിയതെന്നുമാണ് വൈറ്റ് ഹൌസിന്റെ വിശദീകരണം. ഇതിനിടെ നാറ്റോയോട് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വീണ്ടും അതൃപ്തി അറിയിച്ചു. നാറ്റോയുടെ യുദ്ധ ടാങ്കുകളിലും പോർ വിമാനങ്ങളിലും 1% മാത്രമാണ് ആവശ്യപ്പെടുന്നതെന്ന് സെലൻസ്കി പറഞ്ഞു. യുക്രൈന്റെ പടിഞ്ഞാറൻ നഗരം ലിവ്യൂവിൽ റഷ്യ തുടരെ വലിയ സ്ഫോടനങ്ങൾ നടത്തിയെന്ന് യുക്രൈൻ സേന അറിയിച്ചു. ഖേഴ്സണിലും ഖാർക്കീവിലും റഷ്യ നിയന്ത്രണത്തിലാക്കിയ മേഖലകൾ തിരിച്ചുപിടിക്കുന്നതായും യുക്രൈൻ സേന. തിരിച്ചടിയിൽ മറ്റൊരു റഷ്യൻ ലഫ്റ്റനന്റ് ജനറൽ കൂടി ഖേഴ്സണിൽ കൊല്ലപ്പെട്ടെന്ന് യുക്രൈൻ സേന അവകാശപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മൂന്നാറിലിത് നീലവസന്തത്തിന്റെ കാലമാണ്. കടുത്ത വേനലിനെ അതിജീവിച്ച് പച്ച വിരിച്ചു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ജക്കരന്ത പൂവുകൾ പൂത്തു നിൽക്കുകയാണ്. ആ കാഴ്ചയിലേക്ക്. മൂന്നാറിലെ മലമടക്കുകളിലൂടെയുള്ള യാത്ര മനോഹരമാണ്. മലനിരകളിലെ നീലവസന്തം സഞ്ചാരികളുടെ മനം കവരും. എത്ര കണ്ടാലും മതിവരാത്ത ജക്കരാന്ത പൂക്കൾ ഒരുക്കുന്ന മനോഹര കാഴ്ച. തേയിലച്ചെടികളുടെ അരികുപറ്റി പടർന്ന് പന്തലിച്ച് പൂത്തുനിൽക്കുന്ന വർണ്ണവിസ്മയം. ലാറ്റിൻ അമേരിക്കക്കാരിയാണ് ജക്കരാന്ത. ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് മൂന്നാറിലേക്ക് എത്തിയത്. നീലവാകയെന്നും വിളിപ്പേരുണ്ട്. കേരളം കടുത്ത ചൂടിൽ വെന്തുരുകുന്ന ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയാണ് ജക്കരാന്തയുടെ പൂക്കാലം. ഇലകൾ പൊഴിച്ച് ചില്ലകളിലെങ്ങും നീലമിഴികൾ തുറക്കുന്ന ജക്കരാന്തയുടെ സൗന്ദര്യത്തിൽ മയങ്ങാതെ വേനലിലെ മൂന്നാറിന്റെ കാഴ്ചകൾ പൂർണ്ണമാകില്ല. ന്യൂസ് 18 മൂന്നാർ. വയനാട്ടിൽ കാട്ടാനയ്ക്ക് മുൻപിലകപ്പെട്ട കാർ യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. അപ്പപ്പാറയിലാണ് സംഭവം. ദൃശ്യങ്ങൾ ന്യൂസ് 18 കാണാം. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.